നമസ്കാരം. സകലമാന വാർത്തകളുടെ അരമണിക്കൂർ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. വില ഉയർന്നിട്ടും പ്രതിസന്ധി മാറാതെ ഹൈറേഞ്ചിലെ കർഷകർ. കാപ്പിക്കും കൊക്കോയ്ക്കും ഉൽപാദന ഇടിവ്. വിലവർധന പ്രയോജനപ്പെടാതെ കർഷകർ. സഞ്ചാരികൾക്ക് ഇനി കൂടുതൽ സൗകര്യം. വാഗമണിൽ ബസ് സ്റ്റാൻഡ് വരുന്നു. പ്രവൃത്തികൾക്ക് തുടക്കമായി. കൗതുകമായി കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറിയിലെ SSLC ബാച്ച്. ഇത്തവണ പരീക്ഷ എഴുതുന്നത് 11 ജോഡി ഇരട്ടക്കുട്ടികൾ. തൃശൂർ മണലൂർ വില്ലേജ് ഓഫീസ് നാശത്തിന് വക്കിൽ. ചിതലും ഇഴജന്തുക്കളും കയറി വിലപ്പെട്ട രേഖകൾ നശിക്കുന്നു. ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ ഭീതിയോടെ ജീവനക്കാർ. വിശദമായി കടക്കുകയാണ് സകലമാന കേരളത്തിലേക്ക്. അടിമാലിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. കോതമംഗലത്ത് നടത്തിയ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ മാത്യു കുഴൽനാടനും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും ഇടക്കാല ജാമ്യം അനുവദിച്ചു. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മാത്യു കുഴൽനാടനും എൽദോസ് കുന്നപ്പിള്ളിലും ഉപവാസ സമരം ആരംഭിച്ചിരുന്നു. സമരപ്പന്തലിൽ നിന്ന് രാത്രി 10:30ഓടെയാണ് മാത്യു കുഴൽനാടനെ നാടകീയമായി അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെറുക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ലാത്തിവീശി. പോലീസ് ജീപ്പ് പ്രവർത്തകർ അടിച്ചു തകർത്തു. പ്രതിഷേധിച്ച പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ സ്ഥലത്തെത്തി. ഇടുക്കി മാങ്കുളം ജനകീയ സമരസമിതിയുടെ തുടർ സമരത്തിന് തുടക്കമായി. വന്യജീവി ശല്യം നിയന്ത്രിക്കുക, മാങ്കുളം DFOയ്ക്കെതിരെ നടപടിയെടുക്കുക, ജനവാസ മേഖലയിലെ വന്യമൃഗ ശല്യത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാങ്കുളം DFO ഓഫീസിനു മുമ്പിൽ അനിശ്ചിതകാല റിലേ സമരം ആരംഭിച്ചത്. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി J. സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പോഷക സംഘടനാ അധ്യക്ഷന്മാർ നടത്തുന്ന നിരാഹാര സമരം 2ാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു. സംസ്ഥാനത്തെ കോളേജ് ഹോസ്റ്റലുകളിൽ നടക്കുന്ന നിയമവിരുദ്ധ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകണമെന്ന ആവശ്യവും സംഘടനാ നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്നലെ മുതൽ നിരവധി കോൺഗ്രസ് നേതാക്കളാണ് സമരപ്പന്തലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ തുടങ്ങിയവരാണ് നിരാഹാര സമരം തുടരുന്നത്. സംസ്ഥാനത്തെ വാർത്തകളുടെ ഒരു പൊതുചിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട വാർത്താ സംഭവങ്ങൾ, പ്രതിഷേധം. ഒന്ന്, ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അടിമാലിയിൽ വയോധിക മരിച്ചതുമായി, കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധം ഒരു വശത്ത് നടക്കുന്നു. മറുവശത്ത് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധം നടക്കുന്നു. ഇന്നും ഇതുതന്നെയായിരിക്കും പ്രധാന ഒരു വാർത്താ ചിത്രമായി നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പരിശോധിച്ചു. ഇനി നമ്മൾ അല്പം നാട്ടുവിശേഷങ്ങളിലേക്കും മറ്റ് പ്രാദേശികമായിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും കടക്കുകയാണ്. തൃശൂർ മണലൂർ വില്ലേജ് ഓഫീസ് നാശത്തിന്റെ വക്കിൽ. ചിതലും ഇഴജന്തുക്കളും കയറി വിലപ്പെട്ട രേഖകൾ നശിക്കുകയാണ്. അടർന്നു വീഴാറായ കെട്ടിടത്തിൽ ഭീതിയോടെ ജോലിയെടുക്കുകയാണ് 3 ഉദ്യോഗസ്ഥർ. തൃശൂർ മണലൂർ വില്ലേജ് ഓഫീസിൽ 2 മാസമായി വില്ലേജ് ഓഫീസറില്ല. രേഖകൾ ഒപ്പിട്ട് കിട്ടാൻ നാട്ടുകാർ നട്ടം തിരിയുകയാണ്. റെക്കോർഡ് റൂമിൽ രേഖകൾ അലസമായി കൂട്ടിയിട്ടിരിക്കുന്നു. പലതും ചിതല് കയറി നശിച്ചു തുടങ്ങി. ഈ മണലൂർ വില്ലേജ് ഓഫീസിന്റെ റെക്കോർഡ് റൂം ആകെ തകർന്ന നിലയിലാണ്. കൂടാതെ റെക്കോർഡ്സ് എല്ലാം ചിതല് പിടിച്ചും ഇഴജന്തുക്കളുടെ, പാമ്പുകളുടെ വിഹാര കേന്ദ്രമായതുകൊണ്ട് തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക്, ജീവനക്കാർക്ക് പോലും അവിടേക്ക് പ്രവേശിക്കാൻ പേടിയാണ്. കാരണം 3-4 തവണ പാമ്പിനെ കാണുകയും അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് പോലും ഈ വില്ലേജ് ഓഫീസിൽ എങ്ങനെ പ്രവേശിക്കാൻ സാധിക്കും? ജീവനക്കാർക്ക് ഓഫീസിലേക്ക് കയറാൻ തന്നെ ഭയമാണ്. ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ് ഇവിടം. റെക്കോർഡ് റൂമിൽ ഉദ്യോഗസ്ഥർ പലവട്ടം പാമ്പുകളെ കണ്ടെത്തി. മുറികളുടെ വാതിലുകളെല്ലാം കാലപ്പഴക്കം കൊണ്ട് തകർന്നു വീണു. വില്ലേജിന്റെ പരിസരം വൃത്തിഹീനമായും പറമ്പിലെ കിണർ മലിനപ്പെട്ടും കിടക്കുകയാണ്. വില്ലേജ് ഓഫീസ് ഇങ്ങനെ നശിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതിന്റെ വാതിലൊക്കെ തകർന്ന് ആളുകൾക്ക് ഒരു അടച്ചുറപ്പില്ലാത്ത രീതിയിലാണ് ജോലിക്കാർ അവിടെ ജോലി ചെയ്യുന്നതും. ഒപ്പം ഇഴജന്തുക്കളുടെ ശല്യം അവിടെ ഉണ്ടെന്നാണ് വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ പറയുന്നത്. അടിയന്തര ഇടപെടൽ റവന്യൂ മന്ത്രിയുടെ ഭാഗത്തുനിന്നും തൃശൂർ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നും
തഹസിൽദാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. വില്ലേജ് ഓഫീസിൽ ആകെയുള്ളത് 2 ഉദ്യോഗസ്ഥരും ഒരു താൽക്കാലിക ജീവനക്കാരിയുമാണ്. മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വില്ലേജ് ഓഫീസിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഇതുവരെ പരിഹാരമായില്ലെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 തൃശൂർ. സഞ്ചാരികൾക്ക് ഒരു സന്തോഷ വാർത്ത. ഇനി സാധാരണക്കാർക്കും ഇടുക്കിയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിലേക്ക് വളരെ സുഗമമായി എത്താം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആളുകൾക്ക്, സഞ്ചാരികൾക്കൊക്കെ എത്ര തവണ കണ്ടാലും മതിവരാത്ത കാഴ്ച. അത്തരത്തിൽ മനോഹരമായ ഒരു സ്ഥലമാണ് വാഗമണ്ണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്തായാലും വാഗമണ്ണിൽ ബസ് സ്റ്റാൻഡ് വരികയാണ്. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് പ്രാഥമിക നടപടികൾക്ക് തുടക്കമായി. ആദ്യഘട്ടത്തിൽ നിർദ്ദിഷ്ട സ്ഥലം പഞ്ചായത്തിന് റവന്യൂ വകുപ്പ് കൈമാറി. ഇടുക്കി വാഗമൺ പുള്ളിക്കാനം പാതയിൽ വില്ലേജ് ഓഫീസിന് സമീപത്തുള്ള റവന്യൂ ഭൂമിയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി പഞ്ചായത്തിന് റവന്യൂ വകുപ്പ് കൈമാറിയത്. അഡീഷണൽ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. 1 വർഷത്തിനുള്ളിൽ ടെർമിനലിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു. നിബന്ധനകളോടുകൂടിയാണ് സ്ഥല കൈമാറ്റം. ബസ് സ്റ്റാൻഡിനായി 30 വർഷത്തെ പാട്ടത്തിന് ഇതേ ഭൂമി 2015-ൽ സർക്കാർ പഞ്ചായത്തിന് അനുവദിച്ചിരുന്നു. എന്നാൽ സ്റ്റാൻഡ് പണിയാൻ അന്ന് നടപടിയൊന്നുമുണ്ടായില്ല. ഭൂമി കൈമാറ്റവും നടന്നിരുന്നില്ല. പാട്ടക്കരാർ വ്യവസ്ഥയിലാണ് കൈമാറ്റം. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതോടുകൂടിയാണ് നടപടി വേഗത്തിലായത്. ബസ് ടെർമിനൽ കാലതാമസം കൂടാതെ യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഏലപ്പാറ പഞ്ചായത്തിന് വാഗമണ്ണിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 21-22 സെന്റ് സ്ഥലം കേരള സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം പാട്ടത്തിന് തന്നിട്ടുണ്ട്. ആ പാട്ടത്തിൻ്റെ കരാറ് വാഗമണ്ണ് വില്ലേജ് ഓഫീസർ മാസ്റ്റർ എഴുതി അതിൻ്റെ സ്കെച്ച് സഹിതം പഞ്ചായത്തിന് കൈമാറുകയും പഞ്ചായത്തിന് ഫണ്ട് വെച്ച് ഉടൻ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതുമാണ്. 100 കണക്കിന് സഞ്ചാരികളാണ് ദിവസവും വാഗമണ്ണിലേക്ക് എത്തുന്നത്. പഞ്ചായത്ത് വീണ്ടും ബസ് ടെർമിനലിനായി ഭൂമി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയതോടുകൂടിയാണ് ഈ സ്ഥലം കൈമാറാൻ സർക്കാർ ഉത്തരവുണ്ടായത്. ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായാൽ വാഗമണ്ണിന്റെ ദീർഘനാളായുള്ള ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഈ ചൂടിങ്ങനെ അസഹനീയമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഇന്നും ചൂട് വർദ്ധിക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതിന് പ്രകാരം വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും കടുത്ത വേനലായതോടുകൂടി ഈ കൃഷിയെ അടക്കം വ്യാപകമായി ഈ ഒരു പ്രതിസന്ധി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ദുരിതം. കർഷകരെ സംബന്ധിച്ച് ഇപ്പോൾ കൃഷിയൊക്കെ വെള്ളം കിട്ടാതെ കരിഞ്ഞുണങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും പോവുകയാണ്. അത്തരത്തിലൊരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഏത്തവാഴ കൃഷി കടുത്ത വേനലായതോടുകൂടി നശിച്ചതിൽ ലക്ഷങ്ങളുടെ കടക്കെണിയിലാണ് ഇപ്പോൾ പത്തനംതിട്ട കോന്നി കൊല്ലൻപടി സ്വദേശി തമ്പാൻ. പാതി വിളവെത്തിയ 5000-ഓളം ഏത്തവാഴ കുലകളാണ് വേനലിൽ കരിഞ്ഞുണങ്ങിയത്. 10 ലക്ഷം രൂപയുടെ നഷ്ടമാണ് തമ്പാനുണ്ടായത്. പക്ഷാഘാതം വന്ന് പാതി തളർന്ന ശരീരവുമായാണ് തമ്പാൻ ഏത്തവാഴ കൃഷി ചെയ്തത്. 8 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്തായിരുന്നു കൃഷി. വായ്പയെടുത്തും പലരിൽ നിന്നും കടം വാങ്ങിയുമാണ് പ്രതിസന്ധിയിലും പ്രതീക്ഷയോടെ കൃഷി ചെയ്തത്. കടുത്ത വേനലിൽ പാതി വിളവെത്തിയ ഏത്തക്കുലകൾ കരിഞ്ഞുണങ്ങിയതോടെ ഇന്ന് ലക്ഷങ്ങളുടെ കടക്കെണിയിലാണ് ഈ കർഷകൻ. ഞാൻ ഇനിയിപ്പോൾ അതിന് പ്രത്യേകിച്ച് ആരെ സാക്ഷി എന്തോ വേണം, എന്തോ ചെയ്യണം എനിക്കറിയത്തില്ല. 5000 വെച്ചു. ഇനി നഷ്ടപ്പെടാൻ എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിനകത്ത് ഒരു വാഴയ്ക്ക് ഇനി നഷ്ടപ്പെടാനില്ല. മൊത്തവും പോയെന്ന് വിചാരിച്ചു, അല്ല വേറെ ഒന്നുമില്ല. എനിക്കറിയാൻ പറയാനുള്ളൂ. ബാങ്കുകൾ ആ കടം, സൊസൈറ്റി കടം എനിക്കറിയത്തില്ല. നാട്ടുകാരോട് പലിശയ്ക്ക് വരെ എടുത്ത ഓരോ കാര്യം എനിക്കറിയത്തില്ല. ഒന്നും എനിക്ക് പറയാനേ അറിയത്തില്ല. 5000-ഓളം വാഴകളാണ് വേനലിൽ കരിഞ്ഞുണങ്ങിയത്. കഴിഞ്ഞ വർഷവും കാറ്റിലും മഴയിലും 3000-ഓളം ഏത്തവാഴ നശിച്ചതിന് പിന്നാലെയാണ് വേനലിൽ ഇപ്പോൾ വീണ്ടും കൃഷി നശിച്ചത്. പാതി വിളവെത്തിയ ഏത്തവാഴക്കുലകൾ പൂർണ്ണമായി കരിഞ്ഞുണങ്ങിയതിനാൽ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ന്യൂസ് 18 പത്തനംതിട്ട. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് ഗ്രാമസഭ ചേർന്നു. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഗ്രാമസഭ എന്ന ആശയം കാസർഗോഡ് നടപ്പാക്കിയത്. വോട്ടർ പട്ടിക ശുദ്ധീകരണ യജ്ഞത്തിന് അവസാനഘട്ട പ്രവർത്തനമായാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും ഗ്രാമസഭ ചേർന്നത്. ഗ്രാമസഭയിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ വോട്ടർ പട്ടിക ഉറക്കെ വായിച്ചു. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഗ്രാമസഭ എന്ന ആശയം കാസർഗോഡ് നടപ്പാക്കിയത്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഷിറിയ 101-ാം ബൂത്തിൽ ജില്ലാ കളക്ടർ ഇമ്പശേഖരൻ വോട്ടർ പട്ടിക ഉറക്കെ വായിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു.
കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അവരെ ഉണ്ട്. കൂട്ടിച്ചേർക്കാനും ഒഴിവാക്കാനുമുള്ളവ ഫോറം 6, 7, 8 എന്നിവ പൂരിപ്പിച്ച BLOമാരെ ഏൽപ്പിക്കുവാൻ സൗകര്യം ഗ്രാമസഭകളിലുണ്ടായിരുന്നു. LSGD ജോയിന്റ് ഡയറക്ടർ, സബ് കളക്ടർ, RDO, AROമാർ, EROമാർ, സ്വീപ്, നോഡൽ ഓഫീസർ എന്നിവർ ഗ്രാമസഭയ്ക്ക് നേതൃത്വം നൽകി. വോട്ടർ പട്ടികയിൽ നിന്ന് അർഹരല്ലാത്തവരുടെ പേരുകൾ പരമാവധി ഒഴിവാക്കി പോളിംഗ് ശതമാനം ഉയർത്തുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ഈ ആശയത്തിലൂടെ മരിച്ചവരും സ്ഥലത്തില്ലാത്തവരുമായ വോട്ടർമാരെ പരമാവധി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി പോളിംഗ് ശതമാനം 90-ന് പുറത്തെത്തിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ദുരിതം അനുഭവിക്കുന്ന ഒരു കർഷകനെ നമ്മൾ അല്പസമയം മുമ്പ് കണ്ടു. 10 ലക്ഷം രൂപയുടെ കടമാണ് അദ്ദേഹത്തിന് ഈ ഏത്തവാഴ കൃഷി നടത്തിയതിലൂടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ബാങ്കുകളിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും മറ്റും പലിശക്കെടുത്തുമൊക്കെയാണ് അദ്ദേഹം കൃഷി ഇറക്കിയത്. പക്ഷേ ഈ വേനൽ കടുത്തതോടുകൂടി ആ കൃഷി പാടെ നശിക്കുന്ന ഒരു അവസ്ഥ, 1 രൂപ പോലും വരുമാനം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഈ കടമൊക്കെ എങ്ങനെ വീട്ടുമെന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കൃത്യമായി ഇത്തരത്തിൽ ഈ പാരിസ്ഥിതിക പ്രശ്നം മൂലമുള്ള അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങളിലൊന്നും കൃത്യമായി ഇവർക്ക് ധനസഹായം, നഷ്ടപരിഹാരം സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വാസ്തവം കൂടി മറുവശത്ത് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതില്ലല്ലോ. എന്തായാലും ഇനി നമ്മൾ ഹൈ റേഞ്ചിലേക്ക് പോകുമ്പോഴും സമാനമായ ഒരു സാഹചര്യമാണ് അവിടെയും ഉള്ളത്. വില ഉയർന്നിട്ടും കാപ്പി കർഷകർക്ക് പ്രയോജനമില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു സാഹചര്യം. ഈ കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള വിവിധ കാരണങ്ങളാൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. നിലവിൽ കാപ്പിക്കുരുവിന് കിലോയ്ക്ക് 180 രൂപയും പരിപ്പിന് 250 രൂപയും വില ലഭിക്കുന്നുണ്ട്. പക്ഷേ ഉൽപാദനം അത്രത്തോളമില്ല. അതുകൊണ്ട് തന്നെ ഈ വില വർധനവ് ഉണ്ടായെങ്കിൽ പോലും അതിന് പ്രയോജനം ഈ സാധാരണക്കാരായ കർഷകർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും ഉൽപാദനക്കുറവിന് ഇടയാക്കി. അഴുകൽ, ഞെട്ടഴുകൽ, കായപൊഴിച്ചിൽ തുടങ്ങിയ രോഗങ്ങൾ കാപ്പി കൃഷിയിൽ നിലവിൽ വ്യാപകമാണ്. മുൻ വർഷങ്ങളിലെ വിലയിടിവ് മൂലം വിളവെടുപ്പ് കൂലി പോലും നൽകാനാവാത്ത സാഹചര്യത്തിലായിരുന്നു കർഷകർ. വിലയിടിവും വിവിധ രോഗങ്ങളും കൂലി വർധനവുമെല്ലാം കാപ്പി കൃഷി ഉപേക്ഷിക്കാൻ കർഷകരെ നിർബന്ധിതരാക്കി. ഇത്തരത്തിൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് നിലവിൽ വില വർദ്ധിക്കാൻ കാരണമെന്നാണ് കർഷകർ പറയുന്നത്. കാപ്പി കർഷകരെ സംബന്ധിച്ച് ഇപ്പോൾ സുവർണകാലമാണ്. 162 രൂപയോളം റോബസ്റ്റ കാപ്പിക്കും 180ഓളം രൂപ അറബിക്ക കാപ്പിക്കും വിലയുണ്ട്. പരിപ്പിന് 250 മുകളിൽ വിലയുണ്ട്. മിക്ക കർഷകരും, കാപ്പി കൃഷി ചെയ്തുകൊണ്ടിരുന്ന മിക്ക കർഷകരും ഏലത്തിന് വേണ്ടിയിട്ട് കാപ്പിയെല്ലാം പിഴുതുമാറ്റി ആ സ്ഥലത്താണ് ഏലം വെച്ചിരിക്കുന്നത്. ഹൈ റേഞ്ചിൽ 5 സെൻറ്റും 10 സെൻറ്റും ഉള്ളവരൊക്കെ ഏലത്തിന് നല്ല വില ലഭിക്കുന്നതുകൊണ്ട് ഏലകൃഷിയിലേക്ക് തിരിഞ്ഞു. നിലവിൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നുണ്ടെങ്കിലും വരും കാലങ്ങളിൽ വിലസ്ഥിരത ഉറപ്പുവരുത്താൻ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇപ്പോഴും കാപ്പി കൃഷി തുടരുന്നവരും കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. ന്യൂസ് 18 ഇടുക്കി. സമാനമായ സാഹചര്യമാണ് കൊക്കോ കർഷകരെ ബാധിക്കുന്നത്. അതായത് ഹൈറേഞ്ചിലെ നമുക്കറിയാം കാപ്പിയും കൊക്കോയും ഏലവും ഒക്കെയാണ് പ്രധാന അവരുടെ കൃഷി ഇനങ്ങൾ. ഇതിൽ ഈ കൊക്കോയ്ക്കും ഇതേ അവസ്ഥ തന്നെയാണ്. അതായത് വിലയുള്ളപ്പോൾ വിളവില്ല എന്നുള്ള സാഹചര്യം. ഹൈറേഞ്ചിലെ കൊക്കോ കർഷകർക്ക് എക്കാലവും ദുരിതം മാത്രമാണ് അതുകൊണ്ട് തന്നെ ബാക്കി. പച്ച കൊക്കോയ്ക്ക് 1 കിലോയ്ക്ക് 190 രൂപയും കൊക്കോ പരിപ്പിന് കിലോയ്ക്ക് 550 രൂപ വരെയും ഹൈറേഞ്ചിൽ പലയിടത്തും ഇപ്പോൾ വില ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ഈ ഉൽപാദനക്കുറവ് മൂലം ഈ വിലവർധനമുണ്ടായിട്ടും കർഷകർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കൊക്കോ കൃഷിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഉൽപ്പന്നത്തിന് ഇത്രയും വലിയ വില ലഭിക്കുന്നത്. പച്ച കൊക്കോയ്ക്ക് കിലോഗ്രാമിന് 190 രൂപയും കൊക്കോ പരിപ്പിന് കിലോയ്ക്ക് 550 രൂപ വരെയും ഹൈറേഞ്ചിൽ പലയിടത്തും വില ലഭിക്കുന്നുണ്ട്. വില ഇനിയും വർദ്ധിക്കുമെന്നാണ് ഈ രംഗത്തെ വ്യാപാരികളും പറയുന്നത്. എന്നാൽ ആവശ്യത്തിന് വിളവില്ലാത്തതിനാൽ ഈ വില വർധനവിന്റെ ഗുണം സാധാരണക്കാരായ കർഷകർക്ക് ലഭിക്കുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനം മൂലമൊക്കെ കൊക്കോയുടെ ഉൽപ്പാദനം വളരെ കുറവാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ വാങ്ങുന്ന വില 525 രൂപയാണ്. ഇത് ഈ കൊക്കോയ്ക്ക് വന്നതിലെ ഏറ്റവും വലിയ വില 525 രൂപ എന്ന് പറഞ്ഞാൽ കുരുമുളകിൽ നിന്ന് ഉള്ളതിനേക്കാളും കൂടുതൽ വില ഇന്ന് കൊക്കോയ്ക്ക് കിട്ടുന്നുണ്ട്. കഞ്ഞിക്കുടി, വാത്തിക്കുടി പഞ്ചായത്തുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൊക്കോ ഉൽപ്പാദനം ഉള്ളത്. 2018 മുതൽ ഇങ്ങോട്ട് കാർഷിക മേഖലയിലുണ്ടായ തകർച്ച ഏറ്റവും അധികം ബാധിച്ചത് കൊക്കോ കർഷകരെയാണ്. ഹൈറേഞ്ചിൽ ഏറ്റവും അധികം കൊക്കോ കൃഷിയുള്ളത് കഞ്ഞിക്കുഴി, മരിയാപുരം, വാത്തിക്കുടി, ഇരട്ടയാർ, കട്ടപ്പന മേഖലകളിലാണ്. മഴക്കാലത്ത് കൊക്കോയ്ക്ക് പിടിപെടുന്ന ചീക്ക് രോഗവും മൊസൈക്ക് രോഗവും കൃഷിയെ പൂർണ്ണമായും തകർത്ത് കളയും. വേനൽക്കാലത്താണ് ഏറ്റവും അധികം വില ലഭിക്കുന്നതെങ്കിലും ഈ സമയങ്ങളിൽ ഉൽപ്പാദനമില്ലാത്തത് കർഷകർക്ക് നിരാശയാണ് നൽകുന്നത്. കാലവർഷത്തിലുണ്ടാകുന്ന രോഗബാധകൾ കർഷകർ പലപ്പോഴും കൃഷിവകുപ്പ് അധികൃതരെ അറിയിക്കാറുണ്ടെങ്കിലും ഫലം ലഭിക്കാറില്ലെന്നാണ് പരാതി. പലപ്പോഴും നോക്കുകുത്തിയാവുന്ന കൃഷിഭവനുകൾ ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രതിസന്ധികൾ തിരിച്ചറിഞ്ഞ്
കൊക്കോ കൃഷിക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുവാൻ ഇടപെടണമെന്നാണ് കർഷകരും വ്യാപാരികളും ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. അന്തിക്കാട് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വർഷങ്ങളായി പണി തീരാതെ കിടക്കുന്ന ടർഫിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ വ്യത്യസ്ത പ്രതിഷേധം. ഗോൾ പോസ്റ്റിൽ അഴകെട്ടി തുണികളിട്ട് പ്രതിഷേധ ഷൂട്ടൌട്ട് നടത്തി പ്രവർത്തകർ. സമരം യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി അശ്വിൻ ആലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. 15 ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കാലുകൾ നാട്ടിയെങ്കിലും പിന്നീട് യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താതെ വർഷങ്ങളായി പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് പദ്ധതിയെന്ന് യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് യദു കൃഷ്ണൻ അന്തിക്കാട് ആരോപിച്ചു. കണ്ണൂർ പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ പെരുങ്കളിയാട്ടത്തിന് സമാപനമായി. 28 വർഷത്തിനു ശേഷം കഴകസന്നിധിയിൽ കാപ്പാട് ഭഗവതിയുടെയും പോർക്കലി ഭഗവതിയുടെയും തിരുമുടി ഉയർന്നപ്പോൾ ആയിരങ്ങളാണ് ക്ഷേത്രസന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് പയ്യന്നൂരിൽ പെരുങ്കളിയാട്ടത്തിന് പരിസമാപനമാകുന്നത്. ചെണ്ടമേളത്തിന്റെയും ബാല്യക്കാരുടെയും ആർപ്പവിളിയുടെ ഉച്ചസ്ഥായിയിൽ ഭഗവതിമാരുടെ തിരുമുടി ഉയർന്നപ്പോൾ ഭക്തജനങ്ങൾക്കത് ആത്മസായുജ്യമായി. ഭക്തജനങ്ങൾക്ക് 28 വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെ സാഫല്യമാണ് കാപ്പാട് കഴകം പെരുങ്കളിയാട്ടം. ക്ഷേത്ര ഭഗവതിമാരുടെ തിരുമുറ്റത്ത് തിരുമുടി ഉയർന്നപ്പോൾ ബാല്യക്കാർ പൂവും അരിയും എറിഞ്ഞ് എതിരേറ്റു. മമ്പലം പടിഞ്ഞാറ്റിൽ തറവാട്ടിൽ നിന്നുള്ള കലശവും കൊയ്യോങ്കര ശ്രീ പയ്യക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള തേളപ്പുറത്ത് തറവാട്ടുകാരുടെ മീനമൃതും കഴകത്തിലെത്തി. പിന്നാലെ കാപ്പാട്ട് ഭഗവതിയുടെയും പോർക്കലി ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു. കലശത്തിനും മത്സ്യക്കോവയ്ക്കും ഒപ്പം ഭഗവതിമാർ 3 തവണ ക്ഷേത്രം വലം വെച്ചു. നാടുവാഴിയുടെ ദുശ്ചെയ്തികളിൽ മണിനൊന്ത് കൊട്ടാരം അഗ്നിക്കിരയാക്കി പരിവാര സമേതം പയ്യന്നൂരിലെത്തിയ കണ്ണമംഗലത്ത് ഭഗവതിയുടെ 2ാമത്തെ സഹോദരിയാണ് കാപ്പാട്ട് ഭഗവതി എന്നാണ് വിശ്വാസം. അസുരപ്പടയെ തകർത്ത് ദാരികാസുരന്റെ കുരലറുത്ത മഹാകാളിയെയാണ് പോർക്കലി ഭഗവതിയായി ആരാധിക്കുന്നത്. ന്യൂസ് 18 പയ്യന്നൂർ. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര പ്രദേശത്തിന്റെ രക്ഷാസേനയായ മുക്കം അഗ്നിരക്ഷാസേന സിൽവർ ജൂബിലി നിറവിൽ. കഴിഞ്ഞ 25 വർഷക്കാലത്തെ മികവുറ്റ രക്ഷാപ്രവർത്തന സേവന പ്രവർത്തനങ്ങളിൽ തിളക്കമുള്ള നേട്ടങ്ങളുമായാണ് മുക്കത്തെ ജനകീയ സർക്കാർ സ്ഥാപനമായ ഫയർ സ്റ്റേഷൻ പ്രയാണം തുടരുന്നത്. സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കുന്നമംഗലം, കൊടുവള്ളി, അരീക്കോട് BRCക്ക് കീഴിലുള്ള 100ൽ പരം ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ സംഗമം മുക്കം ഫയർ സ്റ്റേഷനിൽ നടന്നു. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ആദ്യമായാണ് അഗ്നി സുരക്ഷാ പരിശീലനം നൽകുന്നത്. സ്റ്റേഷൻ ഓഫീസർ M. അബ്ദുൾ ഗഫൂറിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ PK ഭരതൻ, പയസ് അഗസ്റ്റിൻ, N. രാജേഷ്, R. മിഥുൻ, YP ഷർഫുദ്ദീൻ, KT ജയേഷ് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഇനി നമ്മളൊരു നല്ല കാഴ്ചയിലേക്കാണ് പോകുന്നത്, ഒരു ടൂറിസം കേന്ദ്രത്തിലേക്ക്. കൊല്ലം കൊട്ടാരക്കരയിലെ ജൈവ വൈവിധ്യം നിറഞ്ഞ മരുതിമല ടൂറിസത്തിന്റെ വിശേഷങ്ങളാണിനി. വെളിയം ഗ്രാമപഞ്ചായത്തിലെ മുട്ടറയിലാണ് മരുതിമല ഇക്കോ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നത്. 300 ഏക്കറിലധികം ഭൂവിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന മരുതിമല ടൂറിസം സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണിപ്പോൾ. കൊട്ടാരക്കരയിൽ നിന്നും S. വിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊല്ലത്ത് നിന്നും 24 കിലോമീറ്ററും കൊട്ടാരക്കരയിൽ നിന്നും 10 കിലോമീറ്ററും ദൂരപരിധിയുള്ള മുട്ര മരുതിമലയുടെ താഴ്വാരത്താണ് നമ്മളുള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പടവുകൾ കയറി വേണം മുട്ര മരുതിമലയുടെ സൗന്ദര്യം ആസ്വദിക്കാനായി പോകാൻ. ഇവിടെ എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 1100 അടി ഉയരത്തിലാണ് നമ്മളുള്ളത്. മലമടക്കുള്ള സൗന്ദര്യവും പാറക്കെട്ടുകളും തണുത്ത കാറ്റും ആസ്വദിക്കാനാണ് സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത്. ഓഫ് റോഡിലൂടെയും സഞ്ചാരികൾ ഇവിടേക്ക് എത്താറുണ്ട്.
അത്യപൂർവങ്ങളായ സസ്യങ്ങളും പക്ഷിമൃഗാദികളും തിങ്ങി നിറഞ്ഞ പ്രദേശമാണ് മുട്രമരുതിമല. പുലർക്കാലത്തെ മഞ്ഞുവീഴ്ചയും സായന്തനത്തെ കുളിർക്കാറ്റും സൂര്യാസ്തമയ കാഴ്ചകളെല്ലാം വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത്. നമ്മളുള്ളത് കാറ്റാടിപ്പാറയുടെ മുകളിലാണ്. സർവ്വസമയവും കാറ്റടിക്കുന്നുകൊണ്ടാകാം ഈ പാറയ്ക്ക് കാറ്റാടിപ്പാറ എന്ന് പേര് ലഭിച്ചത്. ഇവിടെ കാറ്റാടി യന്ത്രങ്ങളൊക്കെ സ്ഥാപിച്ച് പ്രദേശത്തേക്കെല്ലാം വൈദ്യുതി എത്തിക്കണം വലിയ പദ്ധതികൾ ഇട്ടിരുന്നുവെങ്കിലും അതൊന്നും നടപ്പായില്ല. കൈനീട്ടിത്തൊടാൻ ഭാഗത്തിൽ ഇറങ്ങി വരുന്ന മേഘങ്ങളും മെല്ലെ വീശി അടിക്കുന്ന കാറ്റും പാറപ്പുറത്തെ കാഴ്ചകളുമാണ് മരുതമല ടൂറിസത്തിന്റെ പ്രത്യേകത. സുനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നോക്കാം. നിർമ്മാണം പുരോഗമിക്കുന്ന പെരിഞ്ചാംകുട്ടി, മാവടി, മഞ്ഞപ്പാറ, തൂവൽ, എഴുകുംവയൽ റോഡിന്റെ ഭാഗമായ 10 വളം മുതൽ എഴുകുംവയൽ വരെയുള്ള ഭാഗത്ത് BMBC പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഇന്നു മുതൽ 7 ദിവസത്തേക്ക് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നതായി പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഇടുക്കി കരുണപുരം പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ മാർച്ച് 14 വരെ കരുണാപുരം പഞ്ചായത്ത് ഓഫീസിൽ സ്വീകരിക്കും. വിശദവിവരങ്ങൾക്ക് കരുണാപുരം പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. നെടുങ്കണ്ടം ഇലക്ട്രിക്കൽ സെഷൻ ഓഫീസ് പരിധിയിൽ വരുന്ന 10 വളവ്, മഞ്ഞപ്പാറ എന്നീ സ്ഥലങ്ങളിലെ LT ലൈനുകളിൽ മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിനാൽ 10 വളവ്, മഞ്ഞപ്പാറ ട്രാൻസ്ഫോമറുകളിലെ ഉപഭോക്താക്കൾക്കും തൂവൽ റോഡിന്റെ പണികൾ നടക്കുന്നതിനാൽ തൂവൽ ട്രാൻസ്ഫോമർ പരിധിയിൽ വരുന്ന ഉപഭോക്താക്കൾക്കും രാവിലെ 8 മുതൽ വൈകിട്ട് 5:30 വരെ പൂർണ്ണമായോ ഭാഗികമായോ വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നതാണെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ആലപ്പുഴയിൽ 2023-24 സാമ്പത്തിക വർഷത്തിലെ മെൻസ്ട്രൽ കപ്പ് വിതരണം എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി മെൻസ്ട്രൽ കപ്പ് IEC ബോർഡുകൾ സ്ഥാപിക്കുന്നതിനായി കൊട്ടേഷൻ ക്ഷണിച്ചു. 3 mm അക്രിലിക് വോൾ മൗണ്ട് സ്റ്റഡ് ബോർഡ് 35 എണ്ണം ആവശ്യമുണ്ട്. കൊട്ടേഷനുകൾ മാർച്ച് 11 ഉച്ചയ്ക്ക് 2 മുമ്പായി ജനറൽ ആശുപത്രി, ആലപ്പുഴ 688001 എന്ന വിലാസത്തിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0477225332 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി നമ്മളൊരു കൗതുക കാഴ്ചയിലേക്കാണ് പോകുന്നത്. ഈ വർഷത്തെ SSLC പരീക്ഷയ്ക്ക് തുടക്കമായപ്പോൾ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന വിദ്യാലയങ്ങളിലൊന്നായ കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ 11 ജോഡി ഇരട്ടകളും പരീക്ഷ എഴുതുന്നുണ്ട്. സെർബ്രൽ പാൾസി ഫുട്ബോൾ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ സംസ്ഥാന ടീമംഗം അജ്ഹദും ഇരട്ട സഹോദരൻ അജ്ബദും ഇത്തവണ പരീക്ഷ എഴുതുന്നുണ്ട് എന്നതും ഈ സ്കൂളിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ മനോഹരമായ റിപ്പോർട്ടോടുകൂടി നമ്മൾ സകലമാന കേരളം ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇടവേളയ്ക്ക് ശേഷം മോർണിംഗ് വൈബ്സ് കാണാം. എൽദപ്പോൾ പുതുശ്ശേരി ചേരും. നമസ്കാരം. കോഴിക്കോട് ജില്ലയിൽ 43,811 കുട്ടികൾ SSLC പരീക്ഷ എഴുതുമ്പോൾ ജില്ലയിലെ ഏറ്റവും അധികം കുട്ടികൾ പരീക്ഷ എഴുതുന്ന വിദ്യാലയങ്ങളിലൊന്നായ കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറിയിലെ 22 പേർ വേറിട്ട് നിൽക്കും. 11 ജോഡി ഇരട്ടകളാണ് ഒരേ വിദ്യാലയത്തിൽ നിന്ന് SSLC പരീക്ഷ എഴുതുന്നത്. കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ അപൂർവ കാഴ്ച. ആകെ 877 വിദ്യാർത്ഥികളാണ് സ്കൂളിൽ നിന്ന് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. സെറിബ്രൽ പാൾസി രോഗം ബാധിച്ച ഇരട്ട കുട്ടികളിൽ ഒരാളും ഈ കൂട്ടത്തിലുണ്ട്. ഡൽഹിയിൽ നടന്ന ദേശീയ സെറിബ്രൽ പാൾസി ഫുട്ബോൾ ടൂർണമെന്റിൽ കളിച്ച K മുഹമ്മദ് അജ്ഹദും സഹോദരൻ മുഹമ്മദ് അജ്വദുമാണ് പരീക്ഷ എഴുതുന്നത്. കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തവണ 877 പേരാണ് SSLC പരീക്ഷ എഴുതുന്നത്. ആ പരീക്ഷ എഴുതുന്നതിൽ തന്നെ ഒരു വേറിട്ട കാഴ്ച എന്ന് പറയുന്നത് 12 ജോഡികൾ ഇരട്ട കുട്ടികൾ ഈ തവണ പരീക്ഷാ ഹാളിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാഴ്ചയായിരിക്കും ഇത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു നേരത്തെ തന്നെ വ്യത്യസ്ത വഴികളിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ
ഇപ്പോൾ ഇത്തരം ഒരു കാഴ്ച കൂടി ഉണ്ടായതിലൂടെ വീണ്ടും സ്ഥാപനം ഇങ്ങനെ ശ്രദ്ധേയമാകുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. കുട്ടികളും വലിയ സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ് പരീക്ഷയെ നോക്കിക്കാണുന്നത്. വാലില്ലാപ്പുഴ സ്വദേശി കെ അബ്ദുൽ ജബ്ബാറിന്റെയും KC നജ്മുന്നീസയുടെ മക്കളാണ് ഇരട്ടകളായ അജ്ഹദും അജ്വദും. ഇവർക്കൊപ്പം ഇരട്ടക്കുട്ടികളായ അബിയ ഫാത്തിമ, അഫിയ ഫാത്തിമ, PP മിൻഹ, PP സിൻഹ, M ഹന ഫാത്തിമ, ഹയ ഫാത്തിമ, AS റിസ്വാൻ, AS റിഷാൻ, ഫഹദ് ബഷീർ, റീഹ ഫാത്തിമ, കൃഷ്ണേന്ദു, കൃപാനന്ദ്, ഹാനി റഹ്മാൻ, ഹാദി റഹ്മാൻ, K അഫ്ന, K ഷിഫ്ന, V ഫാസിൽ, V ഫാസിയ എന്നിവരാണ് മറ്റു ജോഡികൾ. ഇരട്ടക്കുട്ടികൾ ആയതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ഒരുമിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പറ്റിയതിന്റെ സന്തോഷവും വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നു. നമ്മുടെ സ്കൂളിലെ PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ 13 ജോഡി ഇരട്ടക്കുട്ടികളാണുള്ളത്. ഇൻക്ലൂഡിങ് മീ, എൻ്റെ ട്വിൻ ബ്രദറാണ്. എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, ഞങ്ങൾ എല്ലാ കാര്യത്തിലും വെച്ചാൽ എല്ലാ കാര്യത്തിലും, പഠിത്തത്തിലായാലും അല്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യണ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇന്ന് എക്സാം ചെയ്യാൻ പോവാണ്. എക്സൈറ്റഡ് ആണ് മൊത്തത്തിൽ. ന്യൂസ് 18 കൊടിയത്തൂർ.